സ്വർണം, വെള്ളി, അതിന് ഇത്ര വലിയ വില. ആളുകൾ ഒരുപാട് ഖിദ്മത്ത് സേവനം ചെയ്യുന്നുണ്ട്. പലചരക്ക് കട പോലെയല്ല, മീൻകട പോലെയല്ല ജ്വല്ലറി, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് പോലെയോ സൂപ്പർ മാർക്കറ്റ് പോലെയോ ബേക്കറി പോലെയോ അല്ല ജ്വല്ലറി. അവിടെ വലിയ സൂക്ഷ്മതയും വലിയ രൂപത്തിലാണ് അവിടെ സാധനങ്ങളൊക്കെ വെക്കാറുള്ളത്. ആളുകൾ നന്നായി ഖിദ്മത്ത്. എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത്? അതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് അറിയോ? അതുപോലെ ഉഴുത് നമുക്ക് നല്ല സ്മെല്ല്, വാസന ലഭിക്കും. അതിന്റെ വാസന ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് കരിച്ചിട്ടാണ്, അല്ലെ? എന്തുകൊണ്ടാണ് ഉഴുത് മരത്തിന് അത്ര വലിയ സ്മെല്ല്? അതിന് കരിച്ചുകൊണ്ടൊരു ഉപകാരം കിട്ടാനുള്ള കാരണം ഇതിന്റെ രണ്ടിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. മഹാനായ അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആദം നബി അലൈഹിസ്സലാം അല്ലാഹു തആല അടുക്കരുത് എന്ന് പറഞ്ഞൊരു മരം, ആ മരത്തേക്ക് ആദം നബി അടുത്തു. അള്ളാഹു വിലക്കിയ കനി ഭക്ഷിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാക്കി. അങ്ങനെ ഭൂമിയിലേക്കാക്കിയപ്പോൾ ആദം നബിക്ക് അഭയം കൊടുത്തത് ഉഴുത് മരമായിരുന്നു. ഉഴുതിന്റെ മരമാണ് ആദം നബിക്ക് അഭയം കൊടുത്തത്. ആദം നബി അലൈഹിസ്സലാമിനെ പുറത്താക്കിയതിന്റെ പേരിൽ എല്ലാ വസ്തുക്കളും കരഞ്ഞു, സ്വർണവും വെള്ളിയും ഒഴിച്ച്. അവർ രണ്ടുപേരും കരഞ്ഞില്ല. അപ്പൊ അല്ലാഹു തആല സ്വർണത്തിനും വെള്ളിക്കും വഹയി കൊടുത്തിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും കരയാത്തത്? ആദം നബി അലൈഹി ഇസ്ലാം നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ആളല്ലേ, പക്ഷെ എന്തുകൊണ്ട് നിങ്ങളെ മെഹബൂബിനെ പുറത്താക്കിയതിന്റെ പേരിൽ നിങ്ങൾ കരയാത്തത്? അപ്പൊ പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങളുടെ മെഹബൂബാണെങ്കിൽ പോലും അദ്ദേഹം നിനക്ക് തെറ്റ് ചെയ്ത ആളാണ്. നിനക്ക് തെറ്റ് ചെയ്ത ആളെ അവരൊരു തെറ്റ് ചെയ്ത കാരണം കൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി കരയുകയില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആള് തന്നെയാണ്, പക്ഷെ നിനക്ക് തെറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കുകയില്ല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, സ്വർണത്തിനോടും വെള്ളിയോടും ജലാലി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വലിയ വിലയുള്ള മൂല്യമുള്ള വസ്തുവാക്കും. ആദം സന്തതികൾ നിങ്ങൾക്ക് വലിയ സേവനം ചെയ്യുന്ന ആളുകളായി മാറും. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വർണത്തിനും വെള്ളിക്കും ജനങ്ങൾ വലിയ മൂല്യം കൽപ്പിക്കുന്ന, ജനങ്ങൾ നിങ്ങൾക്ക് കാവലിരിക്കുന്ന വസ്തുവായി നിങ്ങളെ ഞാൻ മാറ്റും. കാരണം നിങ്ങൾ എന്റെ കൂടെയാണ് നിന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഊദിന് വഹി കൊടുത്തു. നീ എന്തുകൊണ്ടാണ് റബ്ബിന് തെറ്റ് ചെയ്ത, അള്ളാഹുവിന് ധിക്കരിച്ച, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിക്കാത്ത, അള്ളാഹു അടുക്കരുതെന്ന് പറഞ്ഞതിലേക്ക് അടുത്ത ആദം നബി അലൈഹിസ്സലാമിന് എന്തുകൊണ്ടാ അഭയം കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു, അള്ളാഹുവേ, അത് റഹ്മത്തും മിന്നി അലാ ദാലിക്, ആദം നബിയുടെ മേൽ എന്റെ റഹ്മത്താണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ഉഊദിനോട് പറഞ്ഞു, ഇസ്സതി വ ജലാലി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, ലഉഅദ്ദിബന്നക ബിന്നാർ ഫിദ്ദുനിയ, ദുനിയാവിൽ നിന്നെ ഞാൻ തീ കൊണ്ട് ശിക്ഷിക്കും. ജനങ്ങൾക്ക് നിന്നെ കൊണ്ടുള്ള ഉപകാരം നിന്നെ കരിച്ചിട്ടായിരിക്കും. അള്ളാഹുവിന് തെറ്റ് ചെയ്ത ഒരാളെ, അല്ലെങ്കിൽ അള്ളാഹു അടുക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്ത ഒരാൾക്ക് നീ അഭയം കൊടുത്തതുകൊണ്ട്, അള്ളാഹുവിന്റെ അള്ളാഹ് അടുക്കരുതെന്ന് പറഞ്ഞ ആളിലേക്ക് നീ അഭയം കൊടുത്തല്ലോ, നിനക്കുള്ള ശിക്ഷ, ജനങ്ങൾക്ക് ഉപകാരം നിന്നെ കൊണ്ട് കിട്ടുന്നത് നിന്നെ കരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഉഴുത്, അത് കരിച്ചിട്ടേ നമുക്ക് ഉപകാരം കിട്ടുന്നത്. സ്വർണവും വെള്ളിയും വലിയ മഹത്വം കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്തുകൊണ്ടാണ്? സ്വർണം വെള്ളിയും, കല്യാണത്തിന് സ്വർണം വെള്ളിയുമാണ്, എല്ലാ വിഷയങ്ങൾക്കും സ്വർണം വെള്ളിയുമാണ്. എന്താ കാരണം? ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പുറത്താക്കിയപ്പോൾ അതിന്റെ പേരിൽ കരയാതെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ് ഇത്ര വലിയ മഹത്വം കിട്ടിയതെന്ന് അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം.